ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് എനർജി തിയറം. നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നാം കൂടുതൽ ബന്ധപ്പെടുന്ന ഫോഴ്സുകളൊക്കെയും പൊസിഷൻ്റെ ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ പൊസിഷൻ്റെ ഫങ്ഷനായിട്ടുള്ള ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ബോഡിയിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് അതിൻ്റെ മോഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരുന്നു: ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്കറിയാം, ബട്ട് വി നോ where v0 x0 are initial conditions, but we know that kinetic energy is defined as half mv square. okay, half mv square അല്ലേ kinetic energy. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോഷൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ ഈ എക്സ്പ്രഷൻ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഇക്വേഷനിൽ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ടേം മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരു കൈനറ്റിക് എനർജിയാണ്. ഹാഫ് എം വി സീറോ സ്ക്വയർ ഒരു കൈനറ്റിക് എനർജിയാണ്. ഹാഫ് എം വി സീറോ സ്ക്വയർ ഏത് കൈനറ്റിക് എനർജിയാണ്? ആ ബോഡിയുടെ. ഹെൻസ് ഹാഫ് എം വി സീറോ സ്ക്വയർ ഈസ് kinetic energy of the body initially. okay, initial kinetic അല്ലേ? since v0 is initial velocity, നമ്മൾ പറഞ്ഞു v0 x0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കണ്ടീഷനാണ്. അതായത് v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജിയിൽ വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഫൈനൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി. ഇനി വാട്ട് അബൌട്ട് ഹാഫ് എം വി സ്ക്വയർ? ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ടേം, ഫസ്റ്റത്തെ ഈ ടേം, അത് എപ്പോഴത്തെ കൈനറ്റിക് എനർജിയാണ്? നമ്മൾ പറഞ്ഞു ഒരു ബോഡിയുടെ മോഷൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇനീഷ്യൽ കണ്ടീഷൻ നമുക്കറിയാം. ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ അവസാനം വിക്കുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. വിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള പർട്ടിക്കുലർ പൊസിഷനിലുള്ള വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ ഇക്വേഷൻ വെച്ച് കണ്ടെത്താൻ പറ്റും, ഇത് സോൾവ് ചെയ്താൽ അല്ലേ? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോഷൻ്റെ അവസാനത്തെ വെലോസിറ്റിയാണ് ഈ വി അല്ലേ? ഈ വി എന്ന് പറഞ്ഞാൽ അവസാനത്തെ വെലോസിറ്റി, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോഷൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ് ഈ വി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ടേമിന് എന്ത് വിളിക്കാം? ഹാഫ് എം വി സ്ക്വയർ ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. സിൻസ് എന്തുകൊണ്ടാണ്? വി ഈസ് ദ ഫൈനൽ വെലോസിറ്റി of our motion under consideration. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഹാഫ് എം വി സീറോ സ്ക്വയറിനെ നമുക്ക് കെ ഐ എന്ന് വിളിക്കാം. ഹാഫ് എം വി സ്ക്വയറിനെ കെ എഫ് എന്ന് വിളിക്കാം, ഫൈനൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഈ വാട്ട് അബൌട്ട് ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഇതൊന്ന്. നൗ വാട്ട് ഈസ് വർക്ക് ഡൺ? വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്? വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്, ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എങ്ങനെ നമ്മൾ കാണാം? സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ അല്ലേ? എഫ് ഡോട്ട് ഡി ആർ. ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ എഫ് ഡി. ഇവിടെ ഇപ്പോൾ 3 ഡയമെൻഷനൽ ആണെങ്കിൽ ഇത് രണ്ടും വെക്റ്ററായി മാറും. 1 ഡയമെൻഷനൽ ആണെങ്കിൽ ഒരു എക്സ് എന്നുള്ള ഡയറക്ഷൻ മാത്രം ഇൻവോൾവ്ഡ് ഉള്ളെങ്കിൽ നമ്മൾ എഫ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും.
അല്ലേ? ബാക്കിയുള്ള കമ്പോണൻ്റ് ഒക്കെ 0 ആയിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ്. ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ 3 ഡയമെൻഷനൽ ആണെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ, 1 ഡയമെൻഷനൽ ആണെങ്കിൽ എക്സിൻ്റെ ഫംഗ്ഷനായിട്ടുള്ള ഫോഴ്സിനെ ജസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള ടേമുകളൊന്നും ഉണ്ടാവില്ല, ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് ടേം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഒറ്റ ഡയറക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ഇൻ വൺ ഡയമെൻഷനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ഇൻഫിനിറ്റ്സിമൽ വർക്ക് ഡൺ ആണെന്ത് ഡി ഡബ്ല്യു. അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് വർക്ക് ഡൺ ഇൻ വൺ ഡയമെൻഷനിലെ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷനാണ് ഇങ്ങനെ വരിക. സോ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ ഈ ടേമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റും. വർക്ക് ഡൺ, ഓക്കെ. വി ക്യാൻ സേ ദാറ്റ് ഇൻ്റഗ്രൽ x0 to x ഈസ് f of x dx is work done in moving that body from x0 to x. x0ൽ നിന്ന് എക്സിലേക്ക് മൂവ് ചെയ്യുന്നതിലുള്ള വർക്ക് ഡൺ ആണെന്ത്, ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണെന്ത് x0 to x ഇൻ്റഗ്രൽ x0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ മൊത്തം മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കൈനറ്റിക് എനർജി എന്നാക്കാം, ഈ ഭാഗത്ത് വർക്ക് എന്നാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആക്കി എഴുതുകയാണെങ്കിൽ അവസാനം എന്ത് വരും, ഹെൻസ് ഹാഫ് എം വി സ്ക്വയർ hence half mv square minus half mv0 square equal to integral x0 to x f of x dx. അതിനെ നമുക്ക് എന്താക്കി എഴുതാം, കെ ഇ എഫ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എഴുതിക്കൂടെ, കാരണം ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഇത് ഫൈനൽ കൈനറ്റിക് എനർജി. ഇതോ വർക്ക് ഡൺ ഫ്രം മൂവിങ് ദ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, ദാറ്റ് ഈസ് വർക്ക്. ഓക്കെ, ദിസ് ഈസ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, അതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതായത് ഒരു ബോഡി ഇനീഷ്യലി ഇവിടെ ഉണ്ടെന്ന് വെക്കാം, അതിൻ്റെ കൈനറ്റിക് എനർജി കെ ഇ ഐ ആണെന്ന് വെക്കാം. അതെന്ത് ചെയ്തു, ഇവിടെ എത്തി, ഇത് KE2, ഇതിനൊരു വർക്ക് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചു. ആ സമയത്തുള്ള കൈനറ്റിക് എനർജി KEF ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ KEF മൈനസ് KE എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള വർക്ക് ഡൺ ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം.
ഇനി വർക്ക് എനർജി തിയറം. ഇനി ഇതാ വർക്ക് എനർജി തിയറം states that work done by a force on a particle is equal to change in kinetic energy. ഓക്കെ, വർക്ക് എനർജി തിയറം അങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് എന്ത്, ഇത്. ഇതിൻ്റെ എക്സ്പ്രഷനാണിത്. ഓക്കെ, ഇത് കാണാതെ പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് ഇത് ഉണ്ടാക്കാം, ഇതിൽ നിന്ന് ഇതും ഉണ്ടാക്കാം. ഓക്കെ, ഇതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇനി അതിനൊരു എക്സാമ്പിൾ. വെർട്ടിക്കൽ മോഷൻ of a body in a gravitational field. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പറഞ്ഞാൽ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫീൽഡാണ് അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ. അതായത് ഇത് ഭൂമി എർത്തിൻ്റെ സർഫസിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ബോഡി മേലേക്ക് എറിഞ്ഞു. സെൻറ്റർ. അപ്പോൾ ഈ ബോഡി, എർത്തിൻ്റെ മാസ് എം, റേഡിയസ് 6. ഓക്കെ, ഒരു ബോഡി ഇവിടുന്ന് മേലേക്ക് എറിയാണ്. ആ സമയത്ത് അതിലുള്ള ഫോഴ്സ് എന്താ, മൈനസ് ജി എം ആർ സ്ക്വയർ. ഓക്കെ, ഏത് സമയവും ആ ബോഡി താഴോട്ട് ഭൂമിയുടെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ, എ മാസ് എം ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി upward from surface of earth with initial speed v0, assuming that only force is gravity. Find the maximum height reached and minimum value of v0 for the mass to escape the earth. A mass m is projected vertically upward from the surface of earth with initial speed v0. അതായത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി v0യിൽ എന്ത് ചെയ്തു, ഒരു ബോഡി ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് ഒരു ഏറ് കൊടുത്തു. എന്ത് ചെയ്തു, അസ്യൂമിങ് ദാറ്റ് ഓൺലി ഫോഴ്സ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഫ്രിക്ഷണൽ ഫോഴ്സ്, എയറിൻ്റെ റെസിസ്റ്റൻസ് ഫോഴ്സ് ഒന്നും ഇവിടെ ഇല്ല. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് റീച്ചസ് ആൻഡ് ദ മിനിമം വാല്യൂ ഓഫ് v0 ഫോർ ദ മാസ് ടു എസ്കേപ്പ് ദ എർത്ത് കംപ്ലീറ്റ്ലി. ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും
ആ ബോഡി പുറത്ത് കടന്ന് പോകണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട മിനിമം വെലോസിറ്റി, എത്ര വെലോസിറ്റിയിലാണ് അത് എറിയേണ്ടത്, എത്രയാവണം ഇനീഷ്യൽ വെലോസിറ്റി. അതുപോലെ V0 എന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ എത്ര ഹൈറ്റ് പോകും എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇത് നമുക്ക് വർക്ക് എനർജി തിയറം ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. യൂസിങ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? KEF മൈനസ് KEI ഈസ് ഈക്വൽ ടു work in moving that body from the position to that position. Okay, നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം VF സ്ക്വയർ എന്ന്, അത് നേരത്തെ എക്സ്പ്രഷനിൽ V സ്ക്വയർ എന്നായിരുന്നു, ജസ്റ്റ് ഒരു നെയിമിങ്, മൈനസ് ഇനീഷ്യൽ എന്താ ഹാഫ് എം V0 സ്ക്വയർ ഈക്വൽ ടു വർക്ക് ഡൺ എന്നാൽ എഫ് ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് x0 to x. ഇവിടെ നമ്മൾ എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? R0 to R2 R എന്ന് കൊടുക്കാം. കാരണം ഇവിടെ റേഡിയസിന് പെർപെൻഡിക്കുലർ, റേഡിയസിൻ്റെ ഡയറക്ഷൻ അല്ലേ എക്സ്, ഏതായാലും ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, വൺ ഡയമെൻഷൻ ആണ്, കാരണം ഈ ഒറ്റ ഡയറക്ഷനേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പൊസിഷൻ എന്നാണ് എറിയപ്പെടുന്നത്. ഈ പൊസിഷനിൽ എന്താണ് ആറാണ്, പിന്നെ ഫൈനൽ പൊസിഷൻ ആറാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ x0 എന്നുള്ളിടത്ത് R എന്ന് കൊടുക്കുക, ക്യാപിറ്റൽ R എന്ന് കൊടുക്കുക, അതായത് റേഡിയസ് ഓഫ് എർത്ത്. ഫൈനൽ പൊസിഷൻ നമ്മൾ ആൻ ആർബിറ്ററി R അങ്ങനെ കൊടുക്കാം. ഇനി അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി എന്താണ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് GMM/R². ഓക്കെ, ആ ബോഡി ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? മൈനസ് GMM/R². ഇവിടെ ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ എറിയുന്നതിനെതിരായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുന്തോറും ആ ബോഡിയുടെ വേഗത അങ്ങനെ കുറഞ്ഞു വരും. നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ എന്ത് ചെയ്യും? ടൈം മേലേക്ക് പോകുന്തോറും സ്ലോ ആയി വരുമല്ലോ. എന്തുകൊണ്ട് സ്ലോ ആവുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഭൂമി അതിനെന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നിരന്തരം റിട്ടാർഡേഷൻ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ വേഗത കുറഞ്ഞു പോകും. അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് മൈനസ് GMM/R². അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് എം VF² മൈനസ് ഹാഫ് എം V0² ഈക്വൽ ടു R2R മൈനസ് GMM/dr. ഈ ലെറ്ററിലൊന്നും കാര്യമില്ല, വൺ ഡയമെൻഷൻ ആണെങ്കിൽ ഒരു ലിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. dr ഹാഫ് എം VF² മൈനസ് ഹാഫ് എം V0² ഈസ് ഈക്വൽ ടു മൈനസ് GMM integral dr/r². R2R dr/r² എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് GMM. dr/r² എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലേ, r⁻² + 1 -2 + 1 അങ്ങനെ പറഞ്ഞാൽ മൈനസ് 1/r. ഓക്കെ, മൈനസ് 1/r R2R. അതായത് ഹാഫ് എം VF² ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു മൈനസ് GMM പ്ലസ് GMM/. ഇവിടെ ഉള്ളിൽ മൈനസ് ഇല്ല, അത് പുറത്ത് കൊടുത്തു. ഇനി ലിമിറ്റ് അപ്ലൈ 1/r മൈനസ് 1/r. ഓക്കെ, ഇനിയോ
ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. സപ്പോസ് വി വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ്. അങ്ങനെ നോക്കാം. മാക്സിമം height reached by the body if maximum height reached by the body എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ബോഡി ഭൂമിൻ്റെ സർഫസിൽ നിന്ന് എറിയാണ്. മാക്സിമം അത് V0 വെലോസിറ്റിയിലാണ് എറിഞ്ഞത്. അങ്ങനെ മേൽക്ക് ഒന്ന് കുറഞ്ഞ വെലോസിറ്റി കുറഞ്ഞ് വരും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താവും 0 ആയി തിരിച്ചു വരും. ഓക്കെ, നോർമലി അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അറ്റ് മാക്സിമം ഹൈറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. വെലോസിറ്റി ഈക്വൽ ടു 0, അതായത് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആ കണ്ടീഷൻ ഇവിടെ കൊടുത്തു. ഇവിടെ നിന്ന് മേൽക്കെത്തുന്ന ആ മോശം മാത്രം കൺസിഡർ ചെയ്താൽ. ഓക്കെ, ആ സമയത്ത് R എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്ത് എന്താ? R max. ഓക്കെ, R equal to R max ആണ് നമ്മൾ കൊടുത്തു. ജസ്റ്റ് ഒരു നെയിം അവിടെ കൊടുത്താൽ എന്ത് കിട്ടും? ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം V0 സ്ക്വയർ ഈസ് ഈക്വൽ ടു വി എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ആദ്യത്തെ ടേം 0 ആയി മാറിയിട്ടുണ്ടാവും. 0 മൈനസ് ഹാഫ് എം V0 സ്ക്വയർ ഈസ് ഈക്വൽ ടു GM ഇൻറ്റു 1/R മാക്സ് മൈനസ് 1/R. അത് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് ഭൂമിൻ്റെ സർഫസ് തന്നെ എറിയണേ. അപ്പോൾ റേഡിയസ് ആയിരിക്കും ഇനീഷ്യൽ പൊസിഷൻ. therefore ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുപോകാം. 1/2 m V0 സ്ക്വയർ ഈസ് ഈക്വൽ ടു GM ഇൻറ്റു 1/R മൈനസ് 1/R മാക്സ്. മൈനസ് ഇങ്ങോട്ടുണ്ടായത് റിവേഴ്സ് ആയി മാറും. ആദ്യം 1/R വരും. നമുക്ക് R max ആണ് കാണേണ്ടി. 1/R മൈനസ് 1/R മാക്സ് 1/R മാക്സ് എന്നാലേതാ? 1/2 m V0 സ്ക്വയർ ബൈ GM അല്ലേ? 1/R മാക്സ് 1/R മൈനസ് 1/2 m V0 സ്ക്വയർ ബൈ GM. ഓക്കെ, R max എന്ന് പറഞ്ഞാൽ എന്താ? 1/, ഇതിന് മൊത്തം റെസിപ്രോക്കൽ 1/R മൈനസ് 1/2 ഇൻറ്റു m V0 സ്ക്വയർ ബൈ GM. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും 1/GM 2GM മൈനസ് m V0 സ്ക്വയർ R. പിന്നെ അടിയിൽ എന്തുണ്ടാവും? അടിയിൽ മൊത്തം പ്രോഡക്റ്റ് അത് എന്താവും? മേലേക്ക് പോകും. ഡിനോമിനേറ്ററിൽ വീണ്ടും ഡിനോമിനേറ്റർ അല്ല, അപ്പോൾ ന്യൂമറേറ്റർ ആയി മാറും. 2R ഇൻറ്റു GM R max. ഇതാണ് എന്ത്? മാക്സിമം ഹൈറ്റ്. ഇനിയിപ്പോൾ മറ്റൊരു ഇതിനും കൂടി
സിമ്പിളായിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, മേലെയും അടിയിലും ഡിവൈഡിങ് ബൈ 2 GMM, മേലെയും അടിയിലും 2 GMM കൊണ്ട് ഹരിച്ചാൽ അത് കിട്ടുക. മേലെ 2 GMM ക്യാൻസൽ ആയിപ്പോൾ, മേലെയും അടിയിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹരിച്ചാൽ ആൻസറിന് എററൊന്നും സംഭവിക്കില്ല. അപ്പോൾ എന്താ കിട്ടുക, 2 GMM മേലെ ക്യാൻസൽ ആവും, R ബൈ ഇവിടെ എന്താവും, ഈ ടേം പോവും, 1 ബൈ ഇവിടെ എന്ത് വരും, ഒരു ഇത് വരും, ഈ സ്മോൾ ലെറ്റർ M ക്യാൻസൽ ആയിപ്പോവും. പിന്നെ ബാക്കി എന്തുണ്ടാവും, V02 R ബൈ 2GM. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ടുള്ള ഫോം, R max. ഓക്കെ, R max ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, GM is equal to GR² നോക്കാം. നമുക്കറിയാം GM, നമ്മൾ ഭൂമിയുടെ സർഫസിൽ നമ്മൾ F is equal to mg എന്ന് പറയുമല്ലോ. എന്താ mg എന്ന് പറയുന്നത്, അതെന്തിന് ഈക്വലാണ്, GMM/R² ആണ്. ഭൂമിയെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വലാണ്. അതായത് ഈ GM/R² നമ്മൾ G എന്ന് വിളിക്കുന്നത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ ഈ ടേം നമ്മുടെ മാസിൻ്റെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയുടെ മാസ്, അപ്പോൾ ഇതെന്താവും, mg എന്നാവും. ഓക്കെ, M എന്ന് പറഞ്ഞാൽ ഈ ടേം, ഈ ബാക്കിയുള്ളത്, G എന്ന് പറഞ്ഞാൽ GM/R². നമുക്ക് GM is equal to GR² എന്ന് കൊടുക്കാം. ഇന്ന് G is equal to GM/R² എന്നാണല്ലേ, നമുക്കെന്ത് കിട്ടും, GM is equal to GR². ഇത് കൊടുത്താൽ എന്താ കിട്ടുക, ഇവിടെ R max R by 1 minus V02 R by 2GR². ഈ R² വെട്ടി R max R by 1 minus V02, പിന്നെ R പോയി, മേലെ R പോയി, പിന്നെ അടിയിൽ നിന്ന് എന്തുള്ളത്, 2GR. അപ്പോൾ വീണ്ടും സിമ്പിളായ ഒരു ഇക്വേഷനായി. ഇനി വാട്ട് ഈസ്, ഈ നമ്മൾ ഒരു കല്ല് എറിഞ്ഞാൽ കല്ല് ഭൂമിയിൽ നിന്ന് പുറത്ത് കടക്കാൻ എന്താണ് വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നത്, എത്ര വേഗതയിലാണ് എറിയേണ്ടത്, അതായത് എസ്കേപ്പ് വെലോസിറ്റി. എന്നാൽ the velocity with which the body is to be projected എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു. അതായത് എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് നമ്മൾ പറഞ്ഞാൽ V0 വെലോസിറ്റിയിലാണ് അത് എറിഞ്ഞത്. V0 എത്ര ആയാലാണ് ഭൂമിയുടെ പുറത്ത് കിടക്കാന്ന്, അതാണ് ചോദ്യം. അപ്പോൾ ഭൂമിയുടെ പുറത്ത് കിടക്കണമെങ്കിൽ V0 പ്രൊജക്റ്റഡ്, അതായത് വാട്ട് ഈസ് ദ വെലോസിറ്റി V0 of the body of the initial velocity. ഇനീഷ്യൽ വെലോസിറ്റി എത്ര കൊടുത്താലാണ് ബോഡി ഭൂമിയുടെ പുറത്ത് കിടക്കുന്നത്. ഭൂമിയുടെ പുറത്ത് കിടക്കുകയാണെങ്കിൽ ആ വെലോസിറ്റിയെ നമ്മളത് വിളിക്കും V0 is called escape velocity. V escape. Okay, V escape. അങ്ങനെയാണെങ്കിൽ
എസ്കേപ്പ് ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഭൂമിയാണെങ്കിൽ ഇവിടുന്ന് എറിയാണ് എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞാൽ, അതായത് V0 എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആണെങ്കിൽ ഇതെന്താവും, മേലേക്ക് പോവും, എന്താവും, റൈസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യും, ഇങ്ങനെ കുറഞ്ഞ് എത്ര കുറഞ്ഞാലും എന്ത് ചെയ്യും, ഭൂമിയുടെ പുറത്തെത്താനുള്ള അത്രയും വേഗത ഈ ഇനീഷ്യലി V0 ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറഞ്ഞ് എന്ത് ചെയ്യും, അവസാനം ഭൂമിയുടെ അന്തരീക്ഷത്തെ വിട്ട് കിടക്കും, ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ പുറത്ത് കിടക്കും. ആ സമയത്ത് ഫൈനൽ പൊസിഷൻ എന്താണ്, ഇൻഫിനിറ്റി. അറ്റ് ദാറ്റ് പൊസിഷൻ for that അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, അതിന് വേണ്ട കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. ഫോർ ദാറ്റ് ഫൈനൽ പൊസിഷൻ r ഈക്വൽ ടു ഇൻഫിനിറ്റി. r ഇൻഫിനിറ്റി ആവും. r ഇൻഫിനിറ്റി ആയ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ജനറലായിട്ട് കണ്ടെത്തിയത്. പിന്നെ നമ്മൾ മാക്സിമം ഹൈറ്റ് എന്ത് ചെയ്തു, ഒരു പ്രത്യേക കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ 1. ഇനി ഭൂമിയുടെ പുറത്ത് കിടക്കണമെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ആയിരിക്കും ഈ ഇക്വേഷനിൽ കൊടുക്കുക. എന്താണ് കണ്ടീഷൻ? VF ഹാഫ് VF സ്ക്വയർ മൈനസ് ഹാഫ് V0 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ GMM into 1/r minus 1/r GMM into 1/r minus 1/r. ഇത് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ ആണ്, ഇത് ഇനീഷ്യൽ. ഓക്കെ, ഫോർ എസ്കേപ്പ് വെലോസിറ്റി ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ കൊടുക്കണം? എസ്കേപ്പ് വെലോസിറ്റി ആവുന്ന സമയത്ത് ഇത് നമ്മൾ എറിഞ്ഞാൽ ഈ ഭൂമിയുടെ സാധാരണ എസ്കേപ്പ് വെലോസിറ്റി ആവാത്ത സമയത്ത് എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഹൈറ്റിലെത്തിയിട്ട് വെലോസിറ്റി 0 ആയിട്ട് തിരിച്ചു വരിക ചെയ്യുക. ഈ സമയത്ത് എന്ത് ചെയ്യും, ഭൂമിയുടെ അന്തരീക്ഷത്തിലൊന്നും ആ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി 0 ആവില്ല, അങ്ങനെ പുറത്ത് കിടക്കും. ഏകദേശം പുറത്തെത്തുന്ന സമയത്തായിരിക്കും ഫൈനൽ വെലോസിറ്റി 0 ആവുക. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ എന്ത് വിളിച്ചു, എസ്കേപ്പ് എന്ന് വിളിച്ചു. കാരണം നമ്മൾ എറിയുന്ന വെലോസിറ്റിയാണ് V0, അതാണ് എസ്കേപ്പ് ആണ്. V0 എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. എസ്കേപ്പ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതൊരു നെയിമിംഗ് ആണ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, മറ്റേ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്, അത് കോൺസ്റ്റന്റ്. അവിടെ കൊടുത്താൽ എന്താവും, ഹാഫ് ഈ ടേം 0 മൈനസ് ഹാഫ് escape സ്ക്വയർ ഈക്വൽ ടു GMM 1/infinity minus 1/r. 1/infinity പറഞ്ഞാൽ 0, ഈ ടേം 0. ഇവിടെ മൈനസ് പിന്നെ ഉണ്ടാവുക, മൈനസ് പ്ലസ് ആവും, രണ്ട് ഭാഗത്തും മൈനസ് അല്ലേ. escape സ്ക്വയർ ഈസ് ഈക്വൽ ടു GMM/r. escape is equal to 2GMM/r.
രണ്ട് ഭാഗത്തും സ്മോൾ എം കോമൺ ആണ്, അതുകൊണ്ട് വെട്ടിക്കളയാം. മനസ്സിലായി? വി എസ്കേപ്പ് ഈസ് ഈക്വൽ ടു 2gm/r, റൂട്ട് ഓഫ് 2gm/r. ഓക്കെ, വി എസ്കേപ്പ്. നമ്മൾ ഈ വാല്യൂ ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോർ എർത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എം ജി എന്ന് പറഞ്ഞാൽ GMM/r² ആണ്. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ GM/r². ഇങ്ങനെ കൊടുത്താൽ GM പകരം GR² എന്ന് കൊടുത്തു. GM ഈസ് ഈക്വൽ ടു GR². അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി എസ്കേപ്പ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gr²/r, റൂട്ട് 2gr എന്ന് കിട്ടും. ഓക്കെ, ജീൻ്റെ വാല്യൂ കൊടുത്തു. ജീൻ്റെ വാല്യൂ 9.8 m/s², 6400 കിലോമീറ്റർ. പറഞ്ഞാൽ അതിനെ മീറ്ററിലൊക്കെ മാറ്റിയാലുണ്ടാവും. റേഡിയസ് ഓഫ് എർത്ത്, റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6400 × 10⁻³ മീറ്റർ. അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി എസ്കേപ്പ് ഈക്വൽ ടു 11.2 km/s. അല്ലെങ്കിൽ 11.2 1.12 × 10⁻⁴ m/s കിട്ടും. അങ്ങനെ പറഞ്ഞാൽ 11.2 km/s. ഒരു സെക്കൻഡിൽ 11 കിലോമീറ്ററിൻ്റെ മേലെ റീച്ച് ചെയ്യുന്ന രീതിയിൽ എറിയണം. ഒരു സെക്കൻഡ് ആകുമ്പോഴേക്ക് ആ ബോഡി 11 കിലോമീറ്റർ എത്തണം. അത്ര വേഗതയിൽ എറിഞ്ഞാൽ എന്ത് ചെയ്യും? ഭൂമിയുടെ സർഫസ് വിട്ട് കിടക്കും. ഇവിടെ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷനിൽ എന്തില്ല? ബോഡിയുടെ മാസം ഉണ്ടാവും, ഭൂമിൻ്റെ മാസം ഉണ്ട്. എന്നാൽ നമ്മൾ എറിയുന്ന കല്ലിൻ്റെ മാസമോ, അതായത് നമ്മൾ എറിയുന്ന ബോഡിയുടെ മാസമൊന്നുമില്ല. അതായത് പാറക്കല്ല് എറിയുകയാണെങ്കിലും ചെറിയ കല്ല് എറിയുകയാണെങ്കിലും ഇരുമ്പിൻ്റെ വസ്തു എറിയുകയാണെങ്കിലും മരത്തിൻ്റെ വസ്തു എറിയുകയാണെങ്കിലും ഒക്കെ എന്താണ്, അതിൻ്റെ മാസിനൊരു ഡിപ്പെൻഡൻസ് എന്തിലില്ല? എസ്കേപ്പ് വെലോസിറ്റിയിലില്ല. സോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു ബി ത്രോൺഡ്. എറിയുന്ന വസ്തുവിൻ്റെ മാസുമായി എസ്കേപ്പ് വെലോസിറ്റിക്ക് ബന്ധമില്ല. അതുകൊണ്ട് ഏതൊരു വസ്തു, റോക്കറ്റ് ഇവിടുന്ന് വിടുകയാണെങ്കിൽ, എന്ത് വസ്തു വിടുകയാണെങ്കിലും അതിൻ്റെ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? 11.2 km/s ആണ്. ഓക്കെ, ഇപ്പോൾ എനർജി അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ എസ്കേപ്പ് വെലോസിറ്റിയിൽ ആ ബോഡി എറിയണം. ഭൂമിയിൽ നിന്ന് 11.2 km/s ഒരു ബോഡി എറിഞ്ഞാൽ അത് ഭൂമിയുടെ പുറത്ത് കിടക്കും. അങ്ങനെയാണെങ്കിൽ സപ്പോസ് എന്ത് ചെയ്തു, ഒരു സാറ്റലൈറ്റ് ഓഫ് 300 kg ഈസ് ടു ബി പ്രൊജക്റ്റഡ് ടു ഔട്ട്സൈഡ് എർത്ത്. ഭൂമിയുടെ പുറത്തേക്ക് ഒരു സാറ്റലൈറ്റ് 300 kg ഉള്ള സാറ്റലൈറ്റ് വിടണമെങ്കിലും എന്തായിരിക്കും എസ്കേപ്പ് വെലോസിറ്റി? 11.2 km/s. വി എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ 11.2 km/s. അങ്ങനെയാണെങ്കിൽ ആ സാറ്റലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 12m വി എസ്കേപ്പ് സ്ക്വയർ, വെലോസിറ്റിൻ്റെ സ്ക്വയർ 12m. എമ്മിൻ്റെ സ്ഥാനത്ത് നിന്ന് 300 kg ഇൻറ്റു വി എസ്കേപ്പ് പറഞ്ഞാൽ എന്താ? വി എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഒക്കെ കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാം സെയിം യൂണിറ്റ് ആണ്. പിന്നെ മറ്റേത് 11.2 × 10⁻³ ഓക്കെ. സ്ക്വയറൊക്കെ ചെയ്യാം, കൊടുത്താൽ എന്ത് കിട്ടും? 18 × 10⁻⁹ ജൂൾ.
ഓക്കെ, താങ്ക് യു.